ഒരു മുറി തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കണം. എന്നിട്ട് വെള്ളരിക്ക നന്നാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വര വെച്ച് ഇട്ട് കൊടുക്കുക. ചെറിയൊരു കഷ്ണം തക്കാളി ഇട്ട് കൊടുക്കുക. പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പുളിയോട് കൂടിയിട്ടുള്ള കറിയാണിത്. മീൻ കറിക്ക് എത്രയാണ് പുളി എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് പൊങ്ങാതെ നോക്കണം. തിളച്ചോന്ന് കണ്ടാൽ നമ്മളിത് തുറന്നെടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കറിക്ക് പാകത്തിന് പറ്റുന്നത് വരെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളരിക്ക നന്നായിട്ട് വെന്ത് കിട്ടും. കുക്കറിലാണെന്നുണ്ടെങ്കിൽ 2 വിസിൽ അടുപ്പിച്ചാൽ മതി. അത്രയും വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായി തിളച്ച് വെള്ളരിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചൊഴിക്കണം. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് ഉലുവ, കടുക്, വറ്റൽമുളക്, വേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി വെള്ളരിക്ക കറി റെഡിയാണ് കേട്ടോ.